ഹായ് മച്ചന്മാരെ, ഇതൊരു വല്ലാത്ത അവസ്ഥ തന്നെയാണ്. കണ്ടില്ലേ, കണ്ടോ, നമ്മുടെ കുപ്പയ്ക്കപ്പടിയിലാണ് ഇതുപോലൊരു അവസ്ഥ. ഇലവങ്കയുടെ മണ്ടയ്ക്ക് തേക്ക് വീണ് കിടക്കുകയാണ്. അപ്പം ഇന്ന് ബസ്സൊക്കെ മുടക്കമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സൊന്നും ഇതുവഴി കടന്നു പോകത്തില്ല. അതുപോലെ ചെറിയ ജീപ്പ്, പിക്കപ്പ്, ഓട്ടോ ഇതുപോലുള്ള വാഹനങ്ങളൊക്കെ കടന്നു പോകത്തുള്ളൂ. കണ്ടോ, വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. ഇനിയിപ്പം KSEBക്കാരൊക്കെ വന്നിട്ട് എങ്ങനെ പോയാലും ഒന്നീ ഉച്ച അല്ല വൈകുന്നേരമൊക്കെ ആവും കറണ്ട് വരുമ്പോൾ. ഒരു വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. കണ്ടോ, ആഗ്രഹിച്ച് ഒരുപാട് വർഷത്തേക്ക് ഒരു ഇതിന് റോഡ് കിട്ടി, പക്ഷേ റോഡ് തന്നെ ഇങ്ങനെ ആയി. അതുപോലെ മരങ്ങൾ ഭയങ്കര അവസ്ഥ തന്നെയാണ്. കണ്ടോ, കാട് പോലെ മരങ്ങൾ ഈ ലൈൻ കമ്പിയുടെ മണ്ടയ്ക്കോട്ട് കിടക്കുന്നതുകൊണ്ട് ഇതൊന്നും ആരും വെട്ടി മാറ്റത്തില്ല. അതാണ് വിഷയം. വെട്ടി മാറ്റിക്കഴിഞ്ഞാൽ അവരെല്ലാം കൊണ്ടുവന്ന് അവർ പ്രശ്നമാണ്. അവരുടെ മരം വെട്ടി അങ്ങനെ പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ്. ഇതൊക്കെയാണ് ഒരു വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. കണ്ടോ, ഇവിടുത്തെ ആൾക്കാരുടെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ ഭയങ്കര അവസ്ഥയാണ്. കണ്ടോ, തേക്ക് വീണ് കിടക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇന്ന് വൈദ്യുതി മുടക്കമാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഭയങ്കര കാറ്റും കാര്യങ്ങളുമൊക്കെ ആയിരുന്നു. പിന്നൊരു ചെറിയൊരു മഴക്കാറുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ. കണ്ടോ, നല്ലൊരു കാറ്റ് വന്നു കഴിഞ്ഞാൽ മരം ലൈൻ കമ്പിയിലോട്ട് വീടിൻ്റെ മണ്ടയ്ക്കോട്ടുമൊക്കെ വീഴുന്നൊരു അവസ്ഥയാണ് ഇവിടുത്തെ ആൾക്കാരുടെയൊക്കെ. കണ്ടോ, ഇപ്പം വൈദ്യുതി മുടങ്ങും. ഒത്തിരി ഈ കറണ്ട് പണിയുന്നവരൊക്കെ ജോലികൾ മുടങ്ങും. അതൊക്കെയാണ് പ്രത്യേക ഒരു ഇത് തന്നെയാണ്. കണ്ടോ, ചെറിയൊരു തേക്കിൻ്റെ കമ്പാണ്. ഇനിയിപ്പോൾ അവർ വന്ന് വെട്ടാൻ തന്നെ ഒത്തിരി താമസം പിടിക്കും. വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. വല്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണ് ഇവിടുത്തെ ആൾക്കാരുടെ. കണ്ടോ, അതുപോലെ ഇത് എലവങ്കേവി ആയതുകൊണ്ട് ഇവിടുത്തെ സാധാരണ ആൾക്കാർക്ക് വെട്ടാനും പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ചേട്ടൻ വന്ന് പറഞ്ഞത്, നമ്മൾ ഇവിടുത്തെ ഈ കമ്പി നമ്മളിപ്പോൾ ഈ മരം മുറിച്ച് കഴിഞ്ഞാൽ ഈ കമ്പി വല്ലതും പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കമ്പിക്ക് പൈസ കൊടുക്കേണ്ടി വരും. അത് വല്ലാത്തൊരവസ്ഥയാണ്. അല്ല ഇവിടുത്തെ നാട്ടുകാരിത് വെട്ടിയാൻ, പക്ഷേ അതും പറ്റത്തില്ല.